ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടെറാക്കോട്ട ജ്വല്ലറി പറ്റിയാണ്. ടെറാക്കോട്ട ജ്വല്ലറി എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറിയാണ്. പണ്ടുകാലം മുതലേ ഇപ്പം വരെയും നിലനിന്ന് പോകുന്ന ഒരു ജ്വല്ലറിയാണ് ടെറാക്കോട്ട ജ്വല്ലറി എന്ന് പറയുന്നത്. ടെറാക്കോട്ട ജ്വല്ലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിന്റെ മേക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. ടെറാക്കോട്ട ഉണ്ടാക്കുന്നതിന് എയർ ഡ്രൈ ക്ലേ അല്ലെങ്കിൽ സാധാ ക്ലേ ഉപയോഗിച്ചും ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സാധാ ക്ലേ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും അത് ബിസിനസ്സായിട്ട് ചെയ്യുന്നവർ മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഞങ്ങൾ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ പോയ ടൈമിൽ നമുക്ക് വൈവയുണ്ട്. വൈവയിൽ നമുക്ക് ചോദിച്ചതാണ് ടെറാക്കോട്ട ജ്വല്ലറി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾക്ക് മിസ്സ് ചോദിച്ച ചോദ്യമാണ് ടെറാക്കോട്ട ജ്വല്ലറി എന്താ കൂടുതലായിട്ട് ആരും യൂസ് ചെയ്യാത്തതെന്ന്. അതിന് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് അത് ഭയങ്കര വെയിറ്റ് ആണ്. അത് മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ടൈമിൽ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം എന്ന് വെച്ചാൽ തറ വീണ പൊട്ടിപ്പോകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ആളുകളും ഇത് യൂസ് ചെയ്യാറേ ഇല്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ടാക്കി. അതിന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ടെറാക്കോട്ട ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം.